നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിയോജക മണ്ഡലങ്ങൾ. അല്പം വൈകിയെത്തിയ UDF സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. റോഡ് ഷോകളുടെ പര്യടനത്തിന് തുടക്കം. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BDJS എന്ന സംവിധാനം ഇല്ലാത്തതാണെന്ന് MM മണി. KK ജയചന്ദ്രനുമായി ഒരുവിധ പിണക്കവുമില്ലെന്ന MM മണി MLA. പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം താൻ വിജയിച്ച 38,000-ൽ പരം വോട്ടുകൾക്ക് സേനാപതി വീണു പരാജയപ്പെടുമെന്നും MM മണി. DA വർധനവ് ആവശ്യപ്പെട്ട് ഒരു പതിറ്റാണ്ടിലധികമായി പോരാട്ടം നടത്തുന്ന തോട്ടം തൊഴിലാളികൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. ചക്രമുടി കയ്യേറ്റമൊഴിപ്പിച്ച് പട്ടയങ്ങൾ റദ്ദു ചെയ്തെങ്കിലും പട്ടയ ഉടമകൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന കേസിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നില്ലെന്ന ചക്രമുടി സംരക്ഷണ സമിതി. ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ ഹാജരാകുന്നില്ലെന്നും കയ്യേറ്റക്കാർക്ക് അനുകൂല നിലപാടെന്നും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിറയുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ്. ആദ്യം നോക്കാം പോരാട്ടം 2026. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിയോജക മണ്ഡലങ്ങൾ. അല്പം വൈകിയെത്തിയ UDF സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. റോഡ് ഷോകളോടെ പര്യടനത്തിന് തുടക്കം. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തിയതോടെ ഉടുമ്പൻചോലയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവും പ്രചാരണ രംഗത്ത് കളം നിറയുകയാണ്. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായ തുടക്കം കുറിച്ചു. രാജാക്കാട്ടിൽ നിന്നും റോഡ് ഷോയോടെയായിരുന്നു സേനാപതി വേണുവിന്റെ പര്യടനം ആരംഭിച്ചത്. UDFന്റെ നേതാക്കന്മാരടക്കം റോഡ് ഷോയിൽ പങ്കെടുത്തു. രാജാക്കാട്ടിൽ നിന്നും ആരംഭിച്ച് രാജകുമാരി അടക്കമുള്ള പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. നാളെ മുതൽ സജീവമായി പ്രചാരണ രംഗത്ത് ഉണ്ടാകുമെന്നും ഇത്തവണ വിജയം ഉറപ്പാണെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആദിവാസി മൂപ്പൻ ചെമ്പൻ കൊലുമ്പന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് റോഷി അഗസ്റ്റിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ CV വർഗീസ്, ജോസ് പാലത്തിനാൽ, അനിൽ കൂവപ്ലാക്കൽ, സുനിൽ സെബാസ്റ്റ്യൻ, ഷാജി കാഞ്ഞമല എന്നിവർക്കൊപ്പമെത്തി ആദിവാസി മൂപ്പൻ ചെമ്പൻ കൊലുമ്പന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നേതാക്കൾക്കൊപ്പം ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥന് മുൻപാകെയാണ് റോഷി അഗസ്റ്റിൻ പത്രിക സമർപ്പിച്ചത്. ഇത്തവണയും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഇടത് നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ ഇടുക്കി. പെരുമേട് നിയോജക മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സിറിയക് തോമസിന് നറുക്കു വീണതോടെ പ്രചാരണങ്ങൾ ശക്തമാക്കി UDF ക്യാമ്പ്. ഇന്നലെ 35-ാം മൈലിൽ നിന്നും ആരംഭിച്ച സിറിയക് തോമസിന്റെ റോഡ് ഷോ രാത്രി വൈകി അണക്കരയിൽ സമാപിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷമാണ് പീരുമേട്ടിലെ UDF സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് സിറിയക് തോമസ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിൽ സിറിയക് തോമസ് ഇടം നേടിയത്. LDF സ്ഥാനാർത്ഥിയായ K സലിംകുമാർ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച 5-ാം ദിവസമാണ് UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാൻ കഴിഞ്ഞത്. മ്ലാനതയിലായിരുന്ന UDF ക്യാമ്പിനെ ഉണർത്തിക്കൊണ്ട് UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നടന്നത്. 35-ാം മൈലിൽ നിന്ന് ആരംഭിച്ച വിവിധ സ്ഥലങ്ങളിലെ പര്യടനത്തിനു ശേഷം രാത്രി വൈകിയാണ് അണക്കരയിൽ സമാപിച്ചത്. കുട്ടിക്കാനം, പീരുമേട്, പാമ്പനാർ, വണ്ടിപ്പെരിയാർ, കുമളി, അണക്കര തുടങ്ങിയ സ്വീകരണ കേന്ദ്രങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി സിറിയക് തോമസ് വോട്ട് അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, MM വർഗീസ്, ആൻസി ജെയിംസ്, PP റഹീം, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ കുമളി. BDJS എന്ന സംവിധാനം ഇല്ലാത്തതാണെന്ന് MM മണി. KK ജയചന്ദ്രനുമായി യാതൊരുവിധ പിണക്കവുമില്ലെന്ന് MM മണി MLA പ്രതികരിച്ചു. പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ താൻ പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം താൻ വിജയിച്ച 38,000-ൽ പരം വോട്ടുകൾക്ക് ഉടുമ്പൻചോലയിൽ സേനാപതി വീണു പരാജയപ്പെടും. BDJS എന്ന് പറയുന്ന സാധനം ഇലക്ഷനിൽ മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഒന്നാണെന്നും MM മണി നെടുങ്കണ്ടത്ത് പറഞ്ഞു. പാർട്ടി തനിക്ക് നൽകാവുന്നതെല്ലാം നൽകിയെന്നും ഉടുമ്പൻചോലയിൽ ജയചന്ദ്രന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും MM മണി പ്രതികരിച്ചു. പ്രതികരണം കാണാം. നമ്മുടെ സ്ഥാനാർത്ഥി ജയചന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിന് ജയചന്ദ്രൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സേനാപതി വേണു
കഴിഞ്ഞ തവണ ഞങ്ങളോട് ദയനീയമായി തോറ്റത് 38,000 വോട്ടിനാണ് തോറ്റത്. ഇത്തവണ ഞങ്ങൾ അതിലും കൂടുതൽ ഭൂരിപക്ഷത്തിന് തൂക്കുമെന്നാണ് എൻ്റെ നിഗമനം. BDJS എന്നൊന്നും പറയുന്ന ചിത്രത്തിലില്ലാത്ത സാധനത്തിൻ്റെ കാര്യം നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? ആ സാധനം ഇല്ലല്ലോ. പിന്നെന്താ? 5-6 പേരൊക്കെ എവിടെയെങ്കിലും ഉണ്ട്. അവരിപ്പം വേറെ ഏതെങ്കിലും BJPയിലോ വേറെ എവിടെയെങ്കിലും ചെല്ലുന്ന ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അതൊന്നും ഒരു വിഷയമേ. എനിക്കൊരു പിണക്കവും ഇല്ല. പിന്നെ ജയിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. പിന്നെ അല്ലാണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. തന്നെയല്ല, ഞാൻ ഇനി 3ാമത് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല. അതും പറയാം. അങ്ങനെ ഉണ്ട് നേതൃത്വത്തോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്നും പറഞ്ഞില്ല. താല്പര്യമില്ല. 10 വർഷം അതിൽ കൂടുതലൊന്നും MLA ആകേണ്ട കാര്യമില്ല. 5 വർഷം മന്ത്രി. DA വർധനം ആവശ്യപ്പെട്ട് ഒരു പതിറ്റാണ്ടിലധികമായി നിയമ പോരാട്ടം നടത്തുന്ന തൊഴിലാളികൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. DA വർദ്ധിപ്പിച്ചു നൽകാമെന്ന ഉറപ്പ് പാലിക്കാതെയും തൊഴിലാളികളെ വഞ്ചിച്ച് ശമ്പള വർധനവ് മാത്രം നടപ്പിലാക്കിയതിലും പ്രതിഷേധിച്ചാണ് തോട്ടം തൊഴിലാളികൾ ദേവികുളം നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാൻ തീരുമാനമെടുത്തത്. 3 പതിറ്റാണ്ടിലധികമായി തോട്ടം തൊഴിലാളികൾക്ക് DA വർദ്ധിപ്പിച്ചു നൽകാത്തതിനെതിരെ ഒരുപറ്റം തോട്ടം തൊഴിലാളികൾ ശക്തമായ സമരങ്ങളും നിയമ പോരാട്ടവും നടത്തിവരികയാണ്. എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ തോട്ടം തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇന്ത്യൻ പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കുമടക്കം നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ശമ്പള പരിഷ്കരണ സമയത്ത് DA വർദ്ധിപ്പിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടും PLC യോഗം ചേർന്ന 43 രൂപ ശമ്പള വർധനവ് മാത്രം നടപ്പിലാക്കി തോട്ടം തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും തോട്ടം തൊഴിലാളികൾ ആരോപിക്കുന്നു. 1970 എന്ന സീരീസ് 2011-12 100 എന്ന സീരീസിലേക്ക് മാറ്റുകയും മാറുന്ന സമയത്ത് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷാമബത്ത പരിപൂർണമായിട്ട് അടിസ്ഥാന വേതനമായിട്ട് മാറുമെന്നും അത് അടുത്ത പുനർവേളയിൽ തീർച്ചയായിട്ടും പരിഗണിക്കാമെന്ന് അവർ ഞങ്ങൾക്ക് കത്ത് നൽകിയിട്ടുള്ളതാണ്. ഇത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പം നടന്ന PLC കമ്മിറ്റി യോഗം കൂടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ 43 രൂപ അടിസ്ഥാന വേതനമായിട്ട് കൂട്ടുകയും 5 രൂപ ഇൻസ്റ്റന്റ് കൂട്ടുകയും ചെയ്ത് തൊഴിലാളികൾ വയറ്റിൽ വീണ്ടും അടിച്ചിരിക്കുകയാണ്. തൊഴിലാളി വഞ്ചന തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നത്. ഈ സമയത്തിലും ഞങ്ങൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഈ വരുന്ന ഇലക്ഷനിൽ ഈ തോട്ടം തൊഴിലാളിക്ക് വേണ്ടി തോട്ടം തൊഴിലാളിയുടെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ പേര് ചെല്ലത്തുറയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തോട്ടം തൊഴിലാളികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകിയിരുന്നു. ദേവികുളം നിയോജക മണ്ഡലത്തിനൊപ്പം ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിലും തൊഴിലാളികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കുവാനുള്ള നീക്കവും നടത്തുന്നു. ഇല്ലാത്ത പക്ഷം തങ്ങളുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുവാനാണ് ഇവരുടെ തീരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് JSS ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിനും നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം സംഭവിക്കുന്ന അപകട മരണങ്ങൾ ഒഴിവാക്കുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ആരോഗ്യരംഗം സംരക്ഷിക്കുന്നതിനുമായി UDFന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണെന്നും അതിനായി ഉടുമ്പൻചോലയിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടുക്കിയിൽ മത്സരിക്കുന്ന റോയ് കെ പൗലോസ്, തൊടുപുഴയിൽ മത്സരിക്കുന്ന അബു ജോൺ ജോസഫ്, പീരുമേട്ടിൽ നിന്നും മത്സരിക്കുന്ന സിറിയക് തോമസ്, ദേവികുളത്ത് മത്സരിക്കുന്ന F രാജ എന്നിവരായി പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. ഉടുമ്പൻചോല സേനാപതി വേണു സാറിനും, ഇടുക്കിയിൽ റോയ് കെ പൗലോസിനും, പീരുമേട്ടിൽ സിറിയക് തോമസിനും, തൊടുപുഴയിൽ അബു ജോൺ ജോസഫിന് വേണ്ടിയും, ദേവികുളത്ത് F രാജയ്ക്ക് വേണ്ടിയും JSS പ്രവർത്തകർ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുമെന്ന് ജില്ലാ കമ്മിറ്റി അറിയിക്കും. രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മധുബാല, ജില്ലാ പ്രസിഡന്റ് KS ശിവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PC ജയൻ, ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് PC ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്.
ചൊക്രമുടി കയ്യേറ്റം ഒഴിപ്പിച്ച് പട്ടയങ്ങൾ റദ്ദു ചെയ്തെങ്കിലും പട്ടയ ഉടമകൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന കേസിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് ചൊക്രമുടി സംരക്ഷണ സമിതി. റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തി പട്ടയങ്ങൾ റദ്ദു ചെയ്തിട്ടും ഇത് സംബന്ധിച്ച രേഖകൾ ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ ഹാജരാക്കുന്നില്ലെന്നും കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. വിഷയത്തെ നിയമപരമായി തന്നെ നേരിടുവാനാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ തീരുമാനം. ഏറെ വിവാദങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ചൊക്രമുടിയിലെ കയ്യേറ്റം കണ്ടെത്തുകയും പിന്നീട് വ്യാജമായി നിർമ്മിച്ച പട്ടയങ്ങൾ റദ്ദു ചെയ്യുകയും ചെയ്തത്. എന്നാൽ പട്ടയം റദ്ദു ചെയ്തതിന് പിന്നാലെ ഇവിടെ ഭൂമി വാങ്ങിയവർ ഹൈക്കോടതിയെ സമീപിക്കുകയും പട്ടയം റദ്ദു ചെയ്ത നടപടി പിൻവലിക്കണമെന്നും തങ്ങളുടെ ഭൂമിയും അവകാശവും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. കൃത്യമായി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയങ്ങൾ റദ്ദു ചെയ്തതും വ്യാജ പട്ടയങ്ങൾ നിർമ്മിക്കാനടക്കം കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളും സ്വീകരിച്ചത്. എന്നാൽ കേസ് കോടതിയിലെത്തി നിൽക്കുമ്പോൾ ഗവൺമെന്റ് പ്ലീഡർ അടക്കം കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതെന്നും വ്യക്തമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാകുന്നില്ലെന്നും ചൊക്രമുടി സംരക്ഷണ സമിതി ആരോപിച്ചു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും റവന്യൂ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് പ്ലീഡറും സത്യവാങ്മൂലം കൊടുക്കുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് നാളെ ഇതുവരെയായിട്ടും സത്യവാങ്മൂലം കൊടുക്കാൻ ഗവൺമെൻറ് പ്ലീഡർക്കോ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കോ കഴിയാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ റവന്യൂ ഭൂമി കയ്യേറി ചൊക്രമുടി ഭൂമിയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ആളുകൾക്ക് അനുകൂലമായ രീതിയിൽ വിധി വരുവാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ പ്ലീഡറോ നമുക്ക് അനുകൂലമായ രീതിയിൽ റവന്യൂ വകുപ്പിൻ്റെ സ്ഥലമാണെന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് പട്ടയം ക്യാൻസൽ ചെയ്യുകയും അത് കയ്യേറ്റത്തിന് കൂട്ടുനിന്ന വില്ലേജ് ഓഫീസർ അടക്കമുള്ള റവന്യൂ നമ്മുടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ അന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായത്. അതേസമയം തങ്ങൾ ആരാധിക്കുന്ന ചൊക്രമുടിയിലേക്ക് ഇനി ഒരാളെയും കടത്തില്ലെന്ന നിലപാടിലാണ് ആദിവാസി സമൂഹം. അതുകൊണ്ട് തന്നെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഇവർ ഇവിടെ ചൊക്രമുടിക്ക് കാവൽ നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ആദിവാസികൾ മധുര മീനാക്ഷി മലയുടെ വിശ്വാസത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഏത് കയ്യേറ്റക്കാരനും ഞങ്ങൾ ശക്തമായി എതിർക്കും. രാത്രിയും പകലും ഞങ്ങളിവിടെ ഇന്നും കാവലുണ്ട്. റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്ത് ഇവിടെ ഗേറ്റ് സ്ഥാപിച്ച് സീൽ ചെയ്തു പോയതിനു ശേഷവും വീണ്ടും ഇവിടെ കയ്യേറ്റക്കാർ കടന്നുകയറാൻ ശ്രമം നടത്തിയിരുന്നു. ഇത്തരം ശ്രമങ്ങളെല്ലാം നടത്തുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഒത്താശയോടെയാണെന്നും നിയമ പോരാട്ടവും ആവശ്യമെങ്കിൽ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ചൊക്രമുടി സംരക്ഷണ സമിതി വ്യക്തമാക്കി. സിറ്റി വിഷൻ, ബൈസൺ വാലി. അതേസമയം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊക്രമുടി മലനിരയിൽ വീണ്ടും കയ്യേറ്റം ആവർത്തിക്കാതിരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇടപെട്ട് മേഖലയിലെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തി ജൈവ വൈവിധ്യ സംരക്ഷണ ടൂറിസം പദ്ധതി നടപ്പിലാക്കണമെന്ന് ജില്ലാ ജൈവ വൈവിധ്യ സംരക്ഷണ സമിതി അംഗവും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. പദ്ധതി നടപ്പിലായാൽ സർക്കാർ ഭൂമി സംരക്ഷിക്കുകയും സർക്കാരിന് വരുമാനവും ലഭിക്കുന്നതിനൊപ്പം പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിനും അത് വഴിതെളിക്കുമെന്നും ബുൾബേന്ദ്രൻ പറഞ്ഞു. ഷെഡ്യൂൾ 1-ൽപ്പെട്ട വരയാടുകളും സംരക്ഷിത പട്ടികയിൽപ്പെട്ട ഏക്കർ കണക്കിന് നീലക്കുറിഞ്ഞിയും ഉള്ള ഈ പ്രദേശത്ത് ആനകളും അതുപോലെ കാട്ടുപോത്തും വിഹരിക്കുന്ന നല്ലൊരു ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ അപൂർവയിനം പക്ഷികളും ഉരകജീവികളും എല്ലാം ഈ ആവാസ വ്യവസ്ഥയിൽ ധാരാളമായി വിഹരിക്കുന്നു. അതുപോലെ ഈ മലയ്ക്ക് താഴ്ഭാഗത്ത് ആദിവാസി ഗോത്ര സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആൾക്കാരുടെ കുടിവെള്ള സ്രോതസ്സും ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നീരുറകളിൽ നിന്നാണ് അവർക്ക് കുടിവെള്ളം ലഭ്യമാകുന്നത്. ഈ പ്രദേശത്തെ കയ്യേറ്റക്കാരുടെ പിടിയിൽ നിന്ന് ഈ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി സർക്കാർ പരിശ്രമിച്ച് അവിടെ നിന്നും അവരെ ഒഴിപ്പിക്കുകയും വീണ്ടും അവർ കയ്യേറ്റത്തിന് ശ്രമം നടത്തുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഭാഗം ടൂറിസമായി പ്രഖ്യാപിച്ചൊരു ജൈവ വൈവിധ്യ ഉദ്യാന ടൂറിസം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പ്രദേശത്തുള്ള ആളുകൾക്ക് അതൊരു വരുമാനവും സർക്കാരിന് ഒരു മുതൽക്കൂട്ടും. ചെറിയൊരിടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി കുമളി ദേശീയപാതയിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന കത്തിപ്പാറയ്ക്ക് സമീപമുള്ള കൊടുംവളവിൽ സുരക്ഷാ വേലി സ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. അപകടങ്ങൾ സംഭവിച്ചാലും ആഘാതം കുറയ്ക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാതയോരത്ത് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. പാതയോരത്തോട് ചേർന്ന് വലിയ താഴ്ചയുള്ള പ്രദേശമാണ് ഇവിടം. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് അപകടം പതിയിരിക്കുന്ന കൊടുംവളവുള്ളത്. പാതയോരത്ത് ചേർന്ന താഴ്ഭാഗത്തേക്ക് ഇവിടെ വലിയ കൊക്കയാണ്. ഈ താഴ്ചയിലേക്ക് വാഹനങ്ങൾ പതിച്ചുണ്ടാകുന്ന അപകടം കൂടിയ സാഹചര്യത്തിലാണ് അപകട സാധ്യതയുള്ള കൊടുംവളവിൽ സുരക്ഷാവേലി സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചത്. ഈ ഭാഗത്ത് മുമ്പ് നിറയെ മരങ്ങൾ ഉണ്ടായിരുന്നു. ഈ മരങ്ങൾ മുറിച്ചതോടെയാണ് പ്രദേശത്തെ അപകട സാധ്യത കൂടുതൽ വെളിവായത്. വളവും വീതി കുറവുമുള്ള ഭാഗമാണിവിടം. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം മറിഞ്ഞാൽ പതിക്കുക വലിയ താഴ്ചയിലേക്കാകും. അപകടങ്ങൾ സംഭവിച്ചാലും ആഘാതം കുറയ്ക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാതയോരത്ത് ഇപ്പോൾ സുരക്ഷാവേലി സ്ഥാപിക്കുന്നത്. സുരക്ഷാവേലി സ്ഥാപിക്കുന്നതോടെ റോഡിന്റെ ദിശ കൂടുതൽ വ്യക്തമാകാനും യാത്രക്കാർക്ക് സഹായകരമാകും. ഈ ഭാഗത്ത് മുമ്പ് അപകടങ്ങൾ ആവർത്തിച്ചതോടെയായിരുന്നു സുരക്ഷാവേലിയെങ്കിലും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരക്ഷാവേലി സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സന്ദർശനം നടത്തി. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിനെതിരെ പ്രദേശത്തെ 3 സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ റോഡ് നിർമ്മാണത്തിന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സം നിൽക്കുന്ന ഭാഗങ്ങൾ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡ് അന്തരിച്ച മുൻ പീരുമേട് MLA വാഴൂർ സോമന്റെ ശ്രമഫലമായി നിർമ്മാണ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് 3 കിലോമീറ്റർ ഭാഗം 8 മീറ്റർ വീതി ലഭിക്കേണ്ടതുണ്ട്. ഇതിന് റോഡ് കടന്നുപോകുന്ന ഭാഗത്തെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ്. ഇതിനെതിരെയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സന്ദർശന വേളയിൽ മ്ലാമല ഫാത്തിമ മാതാ സ്കൂള്, നാലുകണ്ടം SN സ്കൂള്, വിശ്വജ്യോതി സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും റോഡ് വികസന സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും പരാതി അറിയിച്ചത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന അംഗവും ജില്ലാ ഇൻചാർജുമായ KK ഷൈജു, സംസ്ഥാന അംഗങ്ങളായ ഡോക്ടർ F വിൽസൺ, ഡോക്ടർ മോഹൻകുമാർ, ജില്ലാ ശിശുക്ഷേമ സംരക്ഷണ ഓഫീസർ BI നിഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റോഡ് സന്ദർശിച്ചത്. പ്രശ്നപരിഹാരത്തിനായി തോട്ടം മാനേജ്മെന്റുമായി പ്രാഥമിക ചർച്ച നടത്തുമെന്നും ഫലം കണ്ടില്ലെങ്കിൽ ഇലക്ഷന് ശേഷം ജില്ലാ കളക്ടർ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് എന്നിവരെ കക്ഷി ചേർത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസ് ഫയൽ ചെയ്യുമെന്നും കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കി. കമ്മീഷൻ വണ്ടിപ്പെരിയാർ ഒരു ഔദ്യോഗിക മീറ്റിംഗുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഈ മേഖലയിലെ കുട്ടികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കമ്മീഷൻ തന്നത്. അപ്പോൾ അത് നേരിട്ട് ആ സ്ഥലം കാണാനും എന്താണ് അതിന് സാധ്യത എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ വന്നത്. കമ്മീഷൻ ഇത് കേസ് ആയിട്ട് എടുത്തിട്ട് എസ്റ്റേറ്റ് അധികാരികളോടും കളക്ടറോടും റെസ്പോണ്ടാക്കിയിട്ട് ഇതിൽ പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഒരു തീരുമാനമാണ്. പരാതി നൽകിയ സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീത നേസയ്യൻ, അൽഫോൻസ, റോഡ് വികസന സമിതി അംഗങ്ങളായ MT ലിസി, ഖബീർ താന്നിമൂട്ടി, MD ശശികുമാർ തുടങ്ങിയവർ കമ്മീഷന്റെ റോഡ് സന്ദർശന വേളയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. വേനൽക്കാലത്ത് ഹൈറേഞ്ചിന്റെ മേഖലയിൽ ജലലഭ്യത കുറഞ്ഞത് ഏത്തവാഴ കർഷകരെ ആശങ്കയിലാക്കുന്നു. വെള്ളമില്ലാതായതോടെ ഏത്തവാഴ കൃഷി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് കർഷകർ പറയുന്നു. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഏത്തവാഴകൾ ഉണങ്ങി നശിക്കുന്ന സ്ഥിതിയുണ്ടാകും. വേനൽ കനത്തതോടെ ഹൈറേഞ്ച് വരണ്ടുണങ്ങുകയാണ്. വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ ഏലം കർഷകർക്ക് പിന്നാലെ ഏത്തവാഴ കർഷകരും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. വേനൽക്കാലത്ത് ഏത്തവാഴകൾ കൃത്യമായി നനയ്ക്കുവാൻ കഴിയാതെ വന്നാൽ വാഴകൾ ഉണങ്ങി വീഴുന്ന സ്ഥിതിയുണ്ടാകും. കുലച്ച വാഴകളടക്കം കായ മൂപ്പത്താതെ നിലംപതിക്കുന്ന സാഹചര്യവും എത്തും. അന്തരീക്ഷ താപനില വർദ്ധിച്ച നീർച്ചാലുകളും അരുവികളുമെല്ലാം പൂർണ്ണമായി വരണ്ടതോടെയാണ്
വെള്ളമില്ലാതെ ഏത്തവാഴ കർഷകർ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് നനയ്ക്കാൻ വെള്ളമില്ല. മഴ പെയ്താൽ രക്ഷപ്പെടും. ഇത് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോഴും വലിവാണ്. ഈ കൊല്ലത്തെ പ്രത്യേകിച്ച് ഉണക്കുകളുള്ളതുകൊണ്ട് വെള്ളമില്ല. പിന്നെ ഒരു പഞ്ചായത്തോടുള്ളതാണ് ഞാൻ വെട്ടിയിലാണ് അത് വെള്ളം എടുക്കാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ നിലവിൽ ഇപ്പോൾ മഴ പെയ്താൽ രക്ഷപ്പെടും. ഓണക്കാലത്തെ വിളവെടുപ്പ് മുന്നിൽ കണ്ടാണ് പ്രധാനമായും കർഷകർ ഇപ്പോൾ ഏത്തവാഴ കൃഷി ഇറക്കിയിരിക്കുന്നത്. വെള്ളമില്ലാതെ ഈ വാഴകൾ നശിക്കുന്ന സ്ഥിതി വന്നാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലം മുൻവർഷങ്ങളിൽ ഉണ്ടായ നഷ്ടങ്ങൾക്ക് വേണ്ടവിധം നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വെള്ളമെത്തിച്ചു വാഴ നനയ്ക്കുവാനുള്ള ചെലവ് കർഷകർക്ക് അധിക ബാധ്യത നൽകും. തുടർച്ചയായി ഏതാനും വേനൽമഴ ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധി നീങ്ങൂ എന്നാണ് കർഷകർ പറയുന്നത്. സിറ്റി വിഷൻ, അടിമാലി. പ്രകൃതി മനോഹാരിത ആസ്വദിക്കാൻ കഴിയുന്ന ജില്ലാ ആസ്ഥാന മേഖലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വിമലഗിരി മലനിരകൾ. മരിയാപുരം പഞ്ചായത്തിലെ വിമലഗിരിക്ക് അടുത്തുള്ള വിമലഗിരി മെട്ടിൽ ഇതുവഴിയുള്ള യാത്രക്കാരും ഇറങ്ങി വിശ്രമിക്കാറുണ്ട്. ഗ്രാമീണ ടൂറിസം പദ്ധതിക്ക് ഏറെ അനുയോജ്യമായ വിമലഗിരി മെട്ടിന്റെ വികസനത്തിന് അധികൃതരുടെ ശ്രദ്ധയുണ്ടാവണമെന്ന ആവശ്യം ശക്തമാകുന്നു. നാടിന്റെ വികസനത്തിന് വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം പല മേഖലകളിൽ നിന്നും ഉയരുമ്പോഴും മരിയാപുരം പഞ്ചായത്തിലെ വിമലഗിരി മെട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അധികൃതരുടെ ശ്രദ്ധ കടന്നു ചെല്ലുന്നില്ല എന്ന വലിയ ആക്ഷേപമുണ്ട്. കഞ്ഞിക്കുഴി, മരിയാപുരം, കാമാക്ഷി, വാഴത്തോപ്പ് പഞ്ചായത്തുകളുടെ ഭൂപ്രകൃതി ആസ്വദിക്കുവാൻ കഴിയുന്ന വിമലഗിരി മെട്ട് ഏറെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഇടുക്കിയിൽ നിന്ന് വിമലഗിരി വഴി മുരിക്കാശ്ശേരിയിലേക്കുള്ള പാതയുടെ സമീപത്തുള്ള പാറക്കെട്ട് ഉൾപ്പെടുന്ന പ്രദേശമാണ് വിമലഗിരി മെട്ട്. യാത്രക്കാർ പലപ്പോഴും ഇവിടെ ഇറങ്ങി വിശ്രമിക്കാറുമുണ്ട്. ഈ മേഖലയുടെ വികസനം എന്ന് പറയുന്നത് 3-4 പഞ്ചായത്തുകളുടെ തന്നെ വികസനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ടൂറിസം മേഖല വികസിപ്പിക്കുന്നതിനായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും വലിയ ശ്രദ്ധയുണ്ടാവണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സായാഹ്നങ്ങളിൽ ഈ പാറമുകളിൽ ഇരുന്ന് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുവാൻ സമീപവാസികളും എത്താറുണ്ട്. വിനോദസഞ്ചാര മേഖലയെ ഭാവിയുടെ വികസന സാധ്യതകളായി കരുതുന്ന ത്രിതല പഞ്ചായത്തുകളും വിനോദസഞ്ചാര വകുപ്പും ശ്രദ്ധ ചെലുത്തിയാൽ വിമലഗിരി മെട്ടും ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടും. സിറ്റി വിഷൻ, ഇടുക്കി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിയോജക മണ്ഡലങ്ങൾ. അല്പം വൈകിയെത്തിയ UDF സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. റോഡ് ഷോകളോടെ പര്യടനത്തിന് തുടക്കം. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BDJS എന്ന സംവിധാനം ഇല്ലാത്തതാണെന്ന് MM മണി. KK ജയചന്ദ്രനുമായി ഒരുവിധ പിണക്കവുമില്ലെന്ന MM മണി MLA. പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം താൻ വിജയിച്ച 38,000-ൽ പരം വോട്ടുകൾക്ക് സേനാപതി വീണു പരാജയപ്പെടുമെന്നും MM മണി. DA വർധനവ് ആവശ്യപ്പെട്ട് ഒരു പതിറ്റാണ്ടിലധികമായി പോരാട്ടം നടത്തുന്ന തോട്ടം തൊഴിലാളികൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. ചക്രമുടി കയ്യേറ്റമൊഴിപ്പിച്ച് പട്ടയങ്ങൾ റദ്ദു ചെയ്തെങ്കിലും പട്ടയ ഉടമകൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന കേസിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നില്ലെന്ന ചക്രമുടി സംരക്ഷണ സമിതി. ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ ഹാജരാകുന്നില്ലെന്നും കയ്യേറ്റക്കാർക്ക് അനുകൂല നിലപാടെന്നും ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.